Srisha to inaugurate the honor celebration and annual day of Snehasadram Charitable Trust 2026. Sir, we warmly welcome you. The stage is yours, and we invite you to light the lamplight today. Sir, please. അത് കഴിഞ്ഞ് ഞാൻ കൊല്ലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിൽ എൻ്റെ അടിച്ചുപൊളി കൂടുതലായതുകൊണ്ടാവാം എനിക്ക് 2 കുഞ്ഞുങ്ങളായി ആവേണ്ടതായിരുന്നു. പക്ഷേ 2 മരിച്ചു. ഡെലിവറിയിൽ വൈഫും പോയി. അവിടെ നിന്നായിരുന്നു എൻ്റെ മാനസാന്തരം തുടങ്ങുന്നതും എൻ്റെ പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നതും. ആ ജീവിതയാത്രയിൽ എനിക്ക് കൂട്ടായി ഞാൻ അന്ന് വരെ തൊടാത്ത ഒരു പുസ്തകം കയ്യിലെടുത്തു, ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തതുപോലെ സിമ്പിളായി ഞാൻ പഠിച്ച കാര്യങ്ങൾ എഴുതുകയും 50,000-ത്തിലധികം സഹോദരങ്ങൾ ഇതെന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭഗവത്ഗീതയ്ക്ക് ശേഷം ദൈവം എന്നോട് പറഞ്ഞു, നീ ബൈബിൾ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ബൈബിൾ പഠിച്ചു. യേശുദേവനെ ഇഷ്ടപ്പെട്ടു. ബൈബിൾ വചനങ്ങൾ നന്നായിട്ട് സയന്റിഫിക് ആയിട്ട് അറിയാം. അത് കഴിഞ്ഞ് പഠിച്ചവൻ എന്നോട് പറഞ്ഞു, നീ ഖുർആൻ പഠിക്കൂ. അങ്ങനെ ഖുർആനും ഹദീസും പഠിച്ചു. അതിൽ എന്നെ ഞെട്ടിച്ചു. അതിൽ നിന്ന് വേണ്ട കൈപ്പുസ്തകങ്ങളാക്കാൻ വേണ്ടി വചനങ്ങളെടുത്ത് ബയോളജിക്കലി എഴുതി. അത് കഴിഞ്ഞ് ഉപനിഷത്തുകൾ പഠിച്ചു. അതിൻ്റെ തിരിച്ചറിവ് എന്ന് പറയുന്ന പുസ്തകം എഴുതി. വിവേകാനന്ദ സാഹിത്യ ദിവസം പഠിച്ചു, അതെഴുതി. അങ്ങനെ 10-14 പുസ്തകങ്ങൾ എഴുതി. മഹാഭാരതവും കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു റിയാലിറ്റി ഷോയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ പുറത്ത് ചായ കുടിക്കുമ്പം ഒരു ഉമ്മ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ സാറിൻ്റെ സീസൺ മാത്രമേ കണ്ടുള്ളൂ, അതിനുശേഷം കണ്ടിട്ടില്ല, മൊബൈൽ ഓഫ് ചെയ്തു, സാറിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന്. എന്നെ ബിഗ് ബോസ് ഷോയിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സഹോദരങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം ഞാനെന്ന പഴയ ആളായതുകൊണ്ടല്ല, ഞാൻ വേദത്തിന്റെ ഒരു പിടി ജ്ഞാനം എന്ന് പറയുന്ന ഒരു പിടി അറിവ് കരസ്ഥമാക്കാൻ എനിക്ക് കഴിഞ്ഞ മാനസാന്തരപ്പെട്ട ഒരു പുതിയ വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും 2000-ലെ ബിഗ് ബോസ് മുതൽ എന്നെ കൂടുതൽ അറിയാനും കൂടുതൽ ഇഷ്ടപ്പെടാനും കാരണം. മുമ്പ് ഞാൻ സ്വാർത്ഥനായിരുന്നു. ഉണ്ടാക്കുന്ന പൈസ അടിച്ചു പൊളിക്കാനായിട്ട് ഉപയോഗിച്ചു. പക്ഷെ എൻ്റെ ഫാമിലി തകർന്നപ്പോൾ ഞാൻ പുതിയ മേഖലയിലേക്ക് ചേക്കേറി. എൻ്റെ പേരിൽ നിന്നൊരു ചാരിറ്റി ഫൗണ്ടേഷൻ ഉണ്ട്, ഡോക്ടർ രജിത് ഫൗണ്ടേഷൻ ആറ്റിങ്ങൽ. ആരിൽ നിന്നും പിരിവില്ല. ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോകുന്നത്, വേഷം കെട്ടുന്നത്, മേക്കപ്പ് ഇടുന്നത്, പണമുണ്ടാക്കി യഥാർത്ഥ പാവപ്പെട്ട വൃദ്ധസദനങ്ങൾ, ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോം. ഇന്ന് ആരും അമ്മയും അച്ഛനെ നോക്കാതെ വലിച്ചെറിഞ്ഞ് കളയുമ്പോൾ അങ്ങനെയുള്ള വൃദ്ധസദനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക, ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾക്ക് ചെയ്യുക, അച്ഛനില്ലാതെ അമ്മ പഠിപ്പിക്കുന്ന പഠിക്കാൻ മിടുക്കരായ കുട്ടിക്കുള്ള പഠനോപകരണങ്ങൾ നൽകുക. ഈ 3 ഏരിയകളെ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി കടല് പോലെയാണ് ചാരിറ്റി, മറ്റൊന്നും ചെയ്യുന്നില്ല. ഇത് 2 ദിവസം മുമ്പ് എന്നെ ശ്രീജ എന്നെ വിളിച്ചു, ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരുടെ ഒരു ഗെറ്റ് ടുഗദറാണ്, വരണം എന്ന്. എനിക്ക് ന്യൂമോണിയ പിടിച്ച് കിടക്കുകയായിരുന്നു, ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ നനഞ്ഞിട്ട്. പക്ഷെ വരാമെന്ന് സമ്മതിച്ചു. ഇന്ന് ദൈവാനുഗ്രഹത്താൽ ഇവിടെ എത്താൻ കഴിഞ്ഞു. ഇതെല്ലാം കണ്ടു. എൻ്റെ നന്മയുള്ള പ്രവർത്തനങ്ങൾ, ഞാൻ നേരത്തെ പന്തളംപാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നമ്മൾ മലയാളിയാണെങ്കിൽ കുറച്ചു പേരുടെ പ്രത്യേകത, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് അടിച്ചു പൊളിച്ച് നശിപ്പിച്ചിരിക്കും. കഴിവുള്ളവന് വളരാനോ ഉയരാനോ പലരും സമ്മതിക്കാറില്ല. ഒന്ന് ആലോചിച്ചാൽ മതി. വിദ്യാഭ്യാസത്തിൽ നമ്മൾ 1ാം സ്ഥാനത്താണ് എന്നാണ് വെപ്പ്. പക്ഷേ അറിയേണ്ട അറിവ് നേടുന്നവർ വളരെ കുറച്ചു പേർ മാത്രം. എന്നാൽ ഞാൻ അറിഞ്ഞ സത്യങ്ങൾ കഴിഞ്ഞ 20 വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, കഴിഞ്ഞ 9 വർഷം കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു മലയാളിയുണ്ട്. അത് ലോകത്തിലെ 1ാമത്തെ കസേരയിൽ ഇരിക്കുന്ന മലയാളി. കഴിഞ്ഞ 9 വർഷം കൊണ്ട് എനിക്ക് എല്ലാ റംസാൻ സമയത്തും എൻ്റെ അമ്മയ്ക്ക് ഡ്രസ്സ് വാങ്ങാൻ, എനിക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ട് 50,000 രൂപ വെച്ച് സക്കാത്ത് തരുമായിരുന്നു. അമ്മ 2019 പോയി. പക്ഷെ 2 വർഷം മുമ്പ് വരെ അദ്ദേഹം 50,000 രൂപയാണ് തന്നിരുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ ആ വലിയ മനുഷ്യൻ എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ, എനിക്ക് അടിച്ചു പൊളിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ചിലവാക്കാൻ 1 ലക്ഷം രൂപ വെച്ച് കൂടുതൽ തരാൻ തുടങ്ങി. അതിന് കാരണം എനിക്ക് കിട്ടുന്ന എമൗണ്ട് ഞാൻ 1 രൂപ പോലും എടുക്കാതെ അർഹതയുള്ള പാവപ്പെട്ട വ്യക്തികളെ കണ്ടെത്തിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ ആള് വേറെ ആരുമല്ല, പത്മശ്രീ ഡോക്ടർ M.A. യൂസഫ് അലി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടിയ ഒരു ചെറിയ മനുഷ്യനാണ് ഞാൻ. കഴിഞ്ഞ 10 എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം എന്നെ വിളിക്കും ഫോണിൽ.
എന്നിട്ട് എൻ്റെ വിവരങ്ങൾ ചോദിക്കും. ചിലപ്പോൾ കിട്ടുന്നത് മുഴുവൻ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കും, അതെല്ലാം അദ്ദേഹം അറിയുന്നുണ്ട്. വിളിച്ച് ചോദിക്കും, ഞാൻ തന്നത് അപ്പോഴേ കൊണ്ട് കൊടുത്തു അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, സാർ എത്ര തന്നാലും ഞാൻ കൊടുക്കും. എന്നാൽ ഞാൻ കുറച്ചുകൂടെ തരുന്നുണ്ട്, കൊടുക്കണ്ട, ഇത് രജിത്തിന് വേണ്ടിയുള്ള, ഇത് ഡോക്ടർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാണ് തരുന്നത്. ഈ വർഷത്തെ റംസാന് എനിക്ക് 1,00,000 രൂപ വന്നു. പക്ഷേ ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം വിതരണം നടത്തി പോയത് കൊണ്ട് സംഭവം ഏകദേശം തീർന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പൈസ അത് കണക്കിലില്ല, അല്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പത്മശ്രീ MA യൂസഫ് അലി സാറ് എനിക്ക് തന്ന സക്കാത്തിന്റെ ഒരു ചെറിയ എമൗണ്ട് എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ആ എമൗണ്ട് ഞാൻ ആദ്യമേ അങ്ങ് തരാം. ഒരു 15,000 രൂപയുടെ സാമ്പത്തിക സഹായം. അതിന് കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഷീജയോട് ചോദിച്ചു, ഒരു കിറ്റ് എത്ര? തണലിലും ഞാൻ ഇത് അനൗൺസ് ചെയ്തിരുന്നു, പക്ഷെ അവർ വേറെ രീതിയിലാണ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഷീജ വിളിച്ചു, അപ്പോൾ പറഞ്ഞു ഒരു കിറ്റിന് 1,500 രൂപയാണെന്നാണ് ഷീജ പറഞ്ഞത് അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഈ ചെക്ക് വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നത് ഷീജയുടെ സ്നേഹസാന്ദ്രത്തിന്റെ പേരിലാണ്. 10,000 എഴുതിയിരിക്കുന്നത്. അത് ഞാൻ വലിച്ചേറി കളഞ്ഞോളാം, എൻ്റെ കയ്യിൽ വേറൊരു ചെക്കുണ്ട്. 15,000 രൂപ 10 കിറ്റുകൾ പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി സാറിന്റെ പേരിൽ ഈ പരിപാടിക്ക് എൻ്റെ ഓണസമ്മാനമായിട്ട് ഞാൻ സ്നേഹസാന്ദ്രം ചാരിറ്റിക്കായിട്ട് ഞാൻ നൽകുന്നു. Let me invite Sridhar ma'am to receive such a generous donation from Ranjit Kumar sir. Let's give a